നരകത്തിൽ പോകേണ്ടിയിരുന്ന സകല മനുഷ്യരെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവം സ്വർഗ മഹിമകൾ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിക്കാൻ മാത്രമല്ല, അവൻ്റെ നല്ല പ്രായം അവൻ മനുഷ്യർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാട് നിൽക്കുന്നത് പോലെ നിന്ന് ഒരു വാക്കുപോലും പറയാതെ അവൻ നിന്നുകൊടുത്തു. ആ നിൽപ്പ് അവൻ്റെ ശരീരം കീറി മുറിച്ച് തകർക്കപ്പെട്ടു. ഒരു തുള്ളി രക്തം പോലും ശരീരത്തിലില്ലാതെ എല്ലാം വാർന്നൊഴുകി അവൻ കിടക്കുന്നൊരു രൂപം. ഇതാ ആ മനുഷ്യനെന്ന് അവനെക്കുറിച്ച് സകലരും പറയത്തക്ക നിലവാരത്തിൽ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ്റെ ശരീരം വികൃതമായി. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മെ രക്ഷിക്കാൻ. ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ആ സ്നേഹം തിരിച്ചറിഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇതാ ഇത്ര ആവേശം. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിച്ചിറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? എങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയും? എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിലും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു കർത്താവിൻ്റെ രൂപം ഹൃദയത്തിൽ വരണം. ശരീരത്തിൽ അണിഞ്ഞതുകൊണ്ട് നടക്കത്തില്ല, ഹൃദയത്തിൽ വരണം. വന്നാൽ അവന് ഉയർത്താതിരിക്കാനും പുകഴ്ത്താതിരിക്കാനും നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആവേശം ഈ വചനം വിളിച്ചു പറയാൻ. നിങ്ങളുടെ ജീവിതത്തിലും ആ സ്നേഹം തിരിച്ചറിയാൻ, ആ സ്നേഹത്തിലൂടെയുള്ള നിത്യത അനുഭവിക്കാൻ, നിത്യസ്നേഹം അനുഭവിപ്പാൻ നമുക്ക് പറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.